ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരല്ല RSSും CPM-ഉം പറയുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പം CPM-നും RSSനും ഒരേ മനസ്സാണെന്ന് ഒരു സഖ്യകക്ഷി പോലെ നിൽക്കുന്ന CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു നിലപാട്, കോൺഗ്രസിൻ്റെ ഭാഗത്തു ഒരു നിലപാടുണ്ടാകുന്നു. ഈ CPM-നെ വല്ലാതെ പ്രകോപിപ്പിച്ചു. എന്തായിരിക്കും മുന്നോട്ട് പോക്ക്? ആ താരതമ്യം എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വന്ന് ഉമ്മൻചാണ്ടിയെ പോലെ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു നേതാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ ഉയർത്തേണ്ട ആശയപരമായ ഒരു ചർച്ചയാണ്. അത് സൈദ്ധാന്തികമായ വലിയ ബുദ്ധിജീവി ചർച്ചയല്ല താനും. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഒരു താരതമ്യത്തിനും സംവാദത്തിനും ഇട നൽകുന്ന ഒരു കറക്റ്റായ ഒരു നിരീക്ഷണമാണ് അത്. അതിനോട് നമുക്ക് വിയോജിക്കാം. പക്ഷേ ആ താരതമ്യത്തിൻ്റെ സാധ്യത ഒന്ന് എടുത്തു നോക്കൂ. ഒന്ന്, RSSും CPM-ഉം ഒരുപോലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞില്ല. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഞങ്ങൾ RSSനെ എതിർക്കുന്നു, കേരളത്തിൽ സുപ്രധാനം CPM ആയതുകൊണ്ട് CPM-നെ എതിർക്കുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജനമനസ്സറിയുന്നുണ്ടോ? കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞതെങ്കിൽ ഒന്ന് എടുത്തു നോക്കൂ, അതിൽ ശരിയുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും എപ്പോഴാണ് CPM-ന്റെ കണക്കുകൾ തെറ്റുന്നത്? ബൂത്ത് ലെവലിൽ സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ കൊണ്ട് കൊടുക്കുന്ന കണക്ക് പോലും തെറ്റുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സും പാർട്ടിയുടെ മനസ്സും തമ്മിൽ ബന്ധമില്ല. അത് പണ്ടത്തെ പോലെ ജനമനസ്സിന്റെ പൾസ് അറിയുന്നില്ല. അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബൂത്ത് കമ്മിറ്റിക്കാർ കൊടുത്ത കണക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് CPM പറഞ്ഞു 1800 വോട്ടിന് ജയിക്കും. കൊട്ടക്കണക്കിനാണെങ്കിൽ ഞങ്ങൾ ജയിക്കും എന്ന് പറയുമ്പോൾ അല്ല, കൃത്യമായിട്ട് ജയിക്കുമെന്നാണ് ആര്, M സ്വരാജ് സ്ഥാനാർത്ഥി അല്ലേ. 1800 ജയിച്ചില്ല എന്ന് മാത്രമല്ല 11,000 വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞാൽ കണക്ക് എവിടെ തെറ്റുന്നത്? ജനങ്ങളുടെ പൾസ് അറിയുന്നില്ല. ഒന്ന്. രണ്ട്, CPM നേതാക്കളുടെ തന്നെ വീട്ടുകാർ CPM-നെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. സ്വന്തം അച്ഛൻ്റെ രാഷ്ട്രീയത്തെ, അമ്മയുടെ രാഷ്ട്രീയത്തെ മക്കളെ അംഗീകരിക്കാത്ത എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സും CPM-ഉം തമ്മിൽ അകന്നു പോകുന്നുണ്ട് എന്നതൊരു വാസ്തവം. അത് CPM-ന്റെ കാര്യത്തിൽ ശരിയാണെങ്കിൽ ഇനിയിപ്പോൾ RSSന്റെയും BJP-യുടെയും കാര്യം എടുത്തോളൂ. കേരളത്തിൻ്റെ മനസ്സവരറിയുന്നില്ല. ഇപ്പോൾ ജനമനസ്സറിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിൻ്റെ മനസ്സറിയുന്നുണ്ടോ? ഒരു വടക്കേ ഇന്ത്യൻ BJP, ഒരു വടക്കേ ഇന്ത്യൻ ഹിന്ദുത്വം കേരളത്തിന് പാകമാണോ? നമ്മൾ K-ഫോൺ എന്ന് പറയുമ്പോൾ ഒരു KP വേണ്ടേ? ഇവിടെ പറഞ്ഞാൽ KJP ആവശ്യമുണ്ട്. കാരണം എല്ലാ പാർട്ടികളും അതാത് സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് മാറി ചിന്തിക്കുന്നുണ്ട്. നയപരിപാടികൾ മാറ്റം വരുന്നു, അടിസ്ഥാന ആശയങ്ങൾ മാറ്റം വരുത്തണ്ട. ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ക്ഷേമം മുൻനിർത്തി തന്നെ BJP പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള പാർട്ടിയാണത്. ഹൈന്ദവ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി ഭാരതീയമായ ഒരു സംസ്കാരത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണ്. പക്ഷേ അത് എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കേണ്ടത്? കേരളത്തിൻ്റെ രീതിശാസ്ത്രം വേറെയാണ്. വടക്കേ ഇന്ത്യയിലെ ഈ വർഗീയത ഉണ്ടല്ലോ, ഇപ്പോൾ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം വടക്കേ ഇന്ത്യക്ക് പാകമാണ്. കാരണം വടക്കേ ഇന്ത്യ വിഭജനം കണ്ട നാടാണ്. വടക്കേ ഇന്ത്യ വർഗീയ കലാപങ്ങളുടെ നാടാണ്. വടക്കേ ഇന്ത്യ ഹിന്ദു പാനി മുസ്ലിം പാനി വിറ്റിരുന്ന നാടാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വന്നപ്പോഴാണ് പല നാടുകളിലും വർഗീയ കലാപം നിന്നുപോയത്. അതിനു മുമ്പ് നിരന്തരമായി വർഗീയ കലാപം നടന്ന നാടാണ്. കേരളത്തിൻ്റെ നാട് അതല്ല. കേരളം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. എല്ലാ ജാതി സംഘടനകളും ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. എല്ലാവരും അന്തിമമായി മുന്നോട്ട് വെക്കുന്നത് ഒരു ജനതയുടെ ഒരുമയാണ്, കേരളത്തിൻ്റെ ഒരുമയാണ്. ആ ഒരു കൺസെപ്റ്റിലേക്ക്, എന്നുവെച്ചാൽ കേരളത്തിൻ്റെ ജനമനസ് എന്താഗ്രഹിക്കുന്നു എന്ന കൺസെപ്റ്റിലേക്ക് കേരളത്തിലെ BJPക്ക് പരാവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അത്തരം ചർച്ചകളിലേക്ക് പോയിക്കൂടെ? തീർച്ചയായിട്ടും ആരോഗ്യകരമാണ് രാഹുൽ ഗാന്ധിയുടെ ചർച്ച. രണ്ടാമത്, ഇനി CPM-നെയും BJP-യെയും തമ്മിൽ താരതമ്യം ചെയ്ത് അത്ര വലിയ തെറ്റാണോ? CPM ചോദിക്കുന്നത് ഞങ്ങളെങ്ങനെയാണ് RSSനോട് താരതമ്യം ചെയ്തൂടെ? കേരളത്തിൽ കാഡർ സ്വഭാവമുള്ള 2 പാർട്ടികളല്ലേ ഉള്ളൂ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യം കൂടുതലായതിൻ്റെ സകലമാന കുഴപ്പം അവർക്കുണ്ട്. എന്നാൽ CPM ലക്ഷണമൊത്ത കാഡർ പാർട്ടിയാണ് എന്നാണല്ലോ വെപ്പ്. സമീപകാലത്ത് അതിലെ ഇളവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് RSS അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായ കാഡർ സ്വഭാവമുള്ള, അച്ചടക്കമുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ 2 പാർട്ടിയെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ വന്ന RSSനെ പറയുമ്പോൾ ആ RSSനെ നേരിടുന്നത് ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തെ കാര്യം, RSSനോടൊപ്പം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം കേരളത്തിൽ വന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് CPM-നെ ചേർത്ത് പറഞ്ഞെങ്കിൽ അതെന്തിനാണ് ഇവർ അപമാനപരമായിട്ട് കാണുന്നത്? അതവർക്ക് ബഹുമാനമല്ലേ, ആദരവല്ലേ? RSSനോട് ചേർത്ത് പറയാവുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോഴും, എന്നുവെച്ചാൽ ഈ പാർട്ടി തകർന്ന് ശോഷിച്ച് തീരുമ്പോഴും
RSSനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു പാർട്ടിയായിട്ട് CPM കണ്ടില്ലേ? അപ്പം അത് അഭിമാനിക്കണം അല്ലേ? അഭിമാനിക്കല്ലേ വേണ്ടത്, പോസിറ്റീവായിട്ട് എടുക്കണ്ടേ. 2, ഇനി വിയോജിപ്പ് എവിടെയാണ് വരുന്നത്? RSSനോട് പൊരുതുന്നത് ഞങ്ങളല്ലേ എന്നാ. അങ്ങനെയാണെങ്കിൽ RSSനോട് ഇവരെങ്ങനെയാണ് പൊരുതുന്നത്? ആശയപരമാണോ? RSSനോട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പൊരുതുന്നത് ആശയപരമായിട്ടാണെന്ന് പറയാം. ന്യായമായ പോരാട്ടമാണ്. നിങ്ങൾ വെറുപ്പിൻ്റെ കടയാണ്, ഞങ്ങൾ സ്നേഹത്തിൻ്റെ കടയാണ് എന്ന് പറയുന്നത് ആശയപരമാണ്. ഏതാണ് സ്നേഹം, ഏതാണ് വെറുപ്പ് തുടങ്ങിയ ചർച്ചകളൊക്കെ രണ്ട് ഭാഗത്തുനിന്ന് നടത്താം. അത് ആശയപരമായ പോരാട്ടമാണ്. അതേസമയത്ത് CPM ചെയ്യുന്നത് എന്താ? RSSൻ്റെ രാഷ്ട്രീയം വെറുപ്പിൻ്റേതാണെങ്കിൽ അതിനെക്കുറിച്ച് CPMൻ്റെ സമീപനം എന്താ? അവരെ കൊന്നു തീർക്കാമെന്നല്ലേ. ഞങ്ങളല്ലേ RSSനെ നേരിട്ടതിൻ്റെ ഫലം എന്താണ്? ഇത്രയും കാലം CPM, പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയമെങ്കിലും എടുത്തു നോക്കൂ. ഇത്രയും കാലം CPM RSSൻ്റെ ആശയത്തെ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട്, തോക്കുകൊണ്ടും വടിവാള് കൊണ്ടും നേരിടാമെന്ന് തീരുമാനിച്ചു. ഇപ്പോഴും ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് RSS ഇല്ലാതായോ? അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാവുന്ന ഒന്നല്ല ആശയം. അത് CPM പഠിക്കേണ്ടതാണ്. CPM ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ RSSനെ നേരിട്ടതിൻ്റെ ഫലം എന്താ? RSS ഇല്ലാതായോ അതോ RSS വളർന്നോ? ഞാൻ ബലമായി വിശ്വസിക്കുന്നു RSSനെ കേരളത്തിൽ വളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPMൻ്റെ അക്രമ രാഷ്ട്രീയമാണ്. പലപ്പോഴും ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ RSS CPMകാർ പോയി വെട്ടിയിട്ട സദാനന്ദ മാഷ് ഇപ്പോൾ രാജ്യസഭാംഗമായി. അതിൻ്റെ ശരിതെറ്റ് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു കഥാപാത്രത്തെ 2 കാലും നഷ്ടപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനെ, രാഷ്ട്രീയ പ്രവർത്തകനെ ഉണ്ടാക്കിയത് ആരാണ്? അഷ്ന എന്ന പെൺകുട്ടി ആലോചിച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടി കല്യാണം കഴിച്ച വാർത്ത വന്നു. ഞാൻ പറയുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങൾ എന്താണ്? അവിടെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളുണ്ടോ? ഏതെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ പുഷ്പൻ്റെ അർത്ഥം എന്താണ്? ഇന്നലെ ആശയപരമായിരുന്നു ആ പോരാട്ടം. കൂത്തുപറമ്പ് വെടിവെപ്പ് ആശയപരമാണോ? ചോദിച്ചു വാങ്ങിയത് എന്തിനായിരുന്നു? കൂത്തുപറമ്പ് രാഷ്ട്രീയത്തിന് നിദാനമായി പറഞ്ഞ MVRനെതിരായി ഉന്നയിച്ച ആശയങ്ങളൊക്കെ ഇന്ന് അതിനേക്കാൾ സമർത്ഥമായി ഇവർ നടപ്പാക്കുന്നില്ലേ? അതുകൊണ്ട് RSSനെ നേരിടുന്നത് ഞങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. നിങ്ങൾ നേരിടുന്ന രീതി ശരിയല്ല എന്ന് വേണ്ടേ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ വായിക്കാൻ? നിങ്ങൾ നേരിടുന്ന രീതി ശരിയല്ല. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എത്ര ദുർബലമാണെങ്കിലും അവർ നേരിടുന്ന രീതി ആശയപരമാണ്. കോൺഗ്രസ് എവിടെയും വടിവാള് എടുത്തിട്ട് ഒരു RSSകാരനെ കൊല്ലണമെന്നോ BJPക്കാരനെ കൊല്ലണമെന്നോ കൽപ്പിച്ചിട്ടില്ല. ആശയപരമായി നേരിടാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഫലിച്ചോ ഇല്ലയോ, ജനങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. അപ്പം മാറി വരുന്ന കാലഘട്ടത്തിൽ RSSന് ജനങ്ങളുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയാണ് BJP എന്ന രീതിയിലേക്ക് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ RSSന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് CPM എത്രയോ കാലമായിട്ട് ഹിന്ദു വോട്ടുകളുടെ ബലത്തിൽ ഇവിടെ ഭരണം പിടിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്കിടയിൽ വോട്ട് ചോർച്ചയുണ്ടാകും. അപ്പോൾ ഇവർ തമ്മിൽ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു ഞെട്ടൽ പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇവരുടെ ആശയങ്ങൾ ഒരുപോലെയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപോലെയാണെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതോട് എനിക്ക് തോന്നുന്നു ആ പ്രസ്താവനയിൽ അങ്ങനെയല്ല. രണ്ടിനെയും ഞങ്ങൾ എതിർക്കുന്നു, അവരൊന്നിക്കുന്നു എന്നല്ല, രണ്ടിനെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജനമനസ്സിന്റെ വികാരങ്ങൾ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? നോക്കൂ, RSSനെ ഇവര് നേരിടുന്നു. എങ്ങനെയാണ് നേരിടുന്നത്? ആയുധങ്ങൾ കൊണ്ട് നേരിടുന്നു. ഇനി RSS, അതുകൊണ്ട് തന്നെ RSS വളരുന്നു ഒരു ഭാഗത്ത് CPMന്റെ. രണ്ടാമത് RSSനെ വളർത്തുന്ന സമീപനം എന്താണ്? RSS ഹിന്ദുവിന്റെ രാഷ്ട്രം, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ താല്പര്യം, ഹിന്ദുവിന്റെ സംസ്കാരം, ഹിന്ദുവിന്റെ ക്ഷേമം എന്ന് ഉച്ചരിക്കുന്നു. അതിലെന്താ തെറ്റ്? അപ്പുറത്ത് ഇവർ ചെയ്യുന്ന പണി എന്താ? അപ്പുറത്ത് RSS ഉണ്ട്, അല്ലെങ്കിൽ RSS നാട് ഭരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു. അതിന്റെ ഫലമല്ലേ CPM? അതുകൊണ്ട് എന്താ ഉണ്ടായത്? RSS വളരുന്നു എന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുൻകൈ കിട്ടുന്നു എന്ന് മാത്രമല്ലല്ലോ സംഭവിക്കുന്നത്. ഇപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് മാത്രം പാസീവായിട്ട് ഹിന്ദു ഏകത വളരുന്നു, അല്ലെങ്കിൽ ഹിന്ദു പോളറൈസേഷൻ കൂടുന്നു, BJP ശക്തിപ്പെടുന്നു. അതല്ലേ ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരും യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്, പരസ്പരം വളർത്തുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒന്നിക്കുമെന്ന ഭീഷണിയൊന്നും എനിക്ക് തോന്നുന്നത് അതുണ്ടാവാം. ഒരു പക്ഷേ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കാം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകൾ ദേശീയ തലത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസ് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ CPM ഒരു കേഡർ പാർട്ടിയായിട്ട് എത്രയോ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നു. BJPക്ക് ഒരു കേഡർ സ്വഭാവത്തിലേക്ക് നേരത്തെ തന്നെ RSSന്റെ ഒരു പിന്തുണയോട് അങ്ങനെയാണ്. പക്ഷേ കേരളത്തിൽ വലിയ വളർച്ച അവർ പ്രാപിച്ചു, അത് സത്യം തന്നെയാണ്.
അവരിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ലക്ഷ്യമിട്ടിട്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒന്നും കോൺഗ്രസിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള അടി, പരസ്യമായ വീഴ്പ്പലക്കൽ, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ അനുഭവങ്ങളിൽ നിന്ന് അവർ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയായി കാണുന്നത് കോൺഗ്രസ് തന്നെയാണ്. AICCയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ശരിയാണ്, സിനു പറഞ്ഞ വളരെ ശരിയാണ്. അത് പരിഹരിച്ചില്ലെങ്കിൽ ഇനി ഒരു ടേം കൂടി അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നാൽ കോൺഗ്രസ് ഉണ്ടാവില്ല, UDFിലെ പല ഘടകകക്ഷികളും വിട്ടുപോകും എന്നൊക്കെയുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉയർത്തിയ ഒരു സംവാദത്തെ ഒരു രാഷ്ട്രീയ സംവാദമായി വളർത്തുകയാണ് CPM ചെയ്യേണ്ടത്. അന്ധമായി അതിനെ അപലപിക്കുകയല്ല. ആ സംവാദങ്ങൾക്ക് എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ വിദ്യാർത്ഥികളെങ്കിലും അത് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.